ഇനി മുതൽ NRI അക്കൗണ്ടുകളില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും നാൾ NRI അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നല്ലോ എന്ന്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിത്തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. NRI നോൺ റെസിഡന്റ് ഇന്ത്യൻ, അതായത് ആ ഒരു ഇൻഡിവിജ്വലിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടുകളാണ് NRE അക്കൗണ്ട്, NRO അക്കൗണ്ട് ആൻഡ് FCNR അക്കൗണ്ട്. ഞാൻ FCNRലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സാധാരണ നമ്മൾ NRIs ഹോൾഡ് ചെയ്യുന്ന അക്കൗണ്ടുകൾ രണ്ടെണ്ണമാണ്, NREയും NROയും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരാം. അതിനെക്കുറിച്ച് ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഈ വീഡിയോയിലൂടെ ക്ലിയർ ആകും. NRI നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നുള്ളൊരു ഇൻഡിവിജ്വൽ, അതായത് 180 ദിവസത്തിന് മേലെ വിദേശത്ത് പഠനത്തിനോ ജോലിക്കോ പോകുന്ന ആൾക്കാരെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ റെസിഡന്റ് NRI ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ NRIക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് അക്കൗണ്ടുകളാണ് NROയും NREയും. NRO എന്ന് പറയുന്നത് നോൺ റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ടും NRE എന്ന് പറയുന്നത് നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടാണ്. സിമ്പിളായിട്ട് ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞുതരാം. എക്സ്റ്റേണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ, NRE അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫോറിൻ ഏണിങ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിപ്പോസിറ്റ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് NRE അക്കൗണ്ടിൽ INR പറ്റില്ല. ഫോറിൻ കറൻസി എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനും ഡിപ്പോസിറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ NRE അക്കൗണ്ട് ഇന്ത്യയിൽ ടാക്സ് ഫ്രീ ആണ്. ആ അക്കൗണ്ടിൽ എത്ര രൂപ കിടന്നാലും അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. പക്ഷെ NRO അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ, ഓർഡിനറി അക്കൗണ്ടാണ്, ആ അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താ, ഇന്ത്യൻ INRും എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്പോസിറ്റ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഫോറിൻ കറൻസി നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. ഈ ഒരു അക്കൗണ്ടിൽ പ്രത്യേകത എന്ന് വെച്ചാൽ NRO അക്കൗണ്ട്, ഓർഡിനറി അക്കൗണ്ട് ഇന്ത്യയിൽ 30% ടാക്സബിൾ ആണ്. ടാക്സബിൾ എന്ന് പറയുന്നത് നമുക്ക് ഏൺ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ നമ്മൾ ആ അക്കൗണ്ടിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം, 30% ടാക്സ് കൊടുക്കണം. പൊതുവെ ആ അക്കൗണ്ട് ഉപയോഗിക്കുന്ന നാട്ടിലെ പെൻഷൻ, അതുപോലെ തന്നെ റെന്റ്, നമ്മൾ പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന പൈസ, അങ്ങനെയൊക്കെ പൈസയാണ് നമ്മൾ സാധാരണ NRO അക്കൗണ്ടിൽ ഇടുന്നത്. പക്ഷെ ആ അക്കൗണ്ടിൽ എത്രയാണോ നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം അതിന് 30% ടാക്സ് ഉണ്ട്. ഇതാണ് ശരിക്കുള്ള ഡിഫറൻസ്. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ NRI അക്കൗണ്ട് ഉണ്ടെന്ന് പറയുമെങ്കിലും അവർക്കറിയില്ല അവരുടെ അക്കൗണ്ട് NRE ആണോ NRO ആണോ. ശരിക്കും NRI എന്ന് പറയുന്ന അക്കൗണ്ടുകളില്ല, NRE ഓർ NRO. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഈ പറഞ്ഞല്ലോ ടാക്സബിൾ അക്കൗണ്ടും ടാക്സ് ഫ്രീ അക്കൗണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ടാക്സബിൾ ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ച് അബ്രോഡിലേക്ക് നമുക്ക് അയക്കാൻ പറ്റും. പക്ഷേ NROയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് കൂടുതലുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ടാക്സ് ഇല്ലാത്ത അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇടാൻ പറ്റില്ല. ബിക്കോസ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. സോഴ്സ് ഓഫ് ഫണ്ട്, TDS, അങ്ങനെയുള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാക്കി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, NROയിൽ നിന്ന് NREയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയി എന്താണ് NRO NRE എന്നുള്ളത്, ഒരു ക്ലാരിഫിക്കേഷൻ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.